നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് ബോയൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഒരു കുട്ടിയുടെ സംശയം നോക്കൂ. എ ലൈറ്റ് വെയ്റ്റ് അയൺ നെയിൽ സിങ്ക് ഇൻ വാട്ടർ ബട്ട് ഹൗ ഡസ് എ ഷിപ്പ് വെയിങ് സെവറൽ ടൺസ് ഫ്ലോട്ട് ഇൻ ദി ഓഷൻ? എന്താണ് ആ കുട്ടിയുടെ ഡൗട്ട്? വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയൊരു നെയിലെടുത്ത് നമ്മൾ, അതായത് ആണിയെടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് താഴ്ന്നു പോകും അല്ലേ? എന്നാൽ ഹൗ ഡസ് എ ഷിപ്പ് വെയിങ് സെവറൽ ടൺസ് ഫ്ലോട്ടഡ് ഇൻ ദി ഓഷൻ? നല്ല വെയിറ്റുള്ള, അതായത് ടണ്ണ് വെയിറ്റുള്ള ആ ഒരു കപ്പൽ എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്? ചെറിയൊരു നൈലിട്ടാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭാരമുള്ളൊരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? അതാണ് ആ കുട്ടിയുടെ ഡൗട്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് പഠിച്ച് വരുമ്പോൾ, കുറച്ച് ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഡൗട്ട് ക്ലിയർ ആവുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഹാവ് യു എവർ ഹാഡ് സിമിലർ ഡൗട്ട്സ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണമാണ്. ഫില്ല് 3/4 ഓഫ് എ ട്രാൻസ്പെറൻറ്റ് ബക്കറ്റ് വിത്ത് വാട്ടർ. ഒരു ബക്കറ്റ് ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അകത്തുള്ളത് പുറത്ത് കാണാൻ പറ്റും, അതാണ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബക്കറ്റിൻ്റെ 3/4 ഭാഗം നമ്മൾ വെള്ളം നിറയ്ക്കുക. പിന്നെ എന്ത് ചെയ്യണം? പ്ലേസ് എ ക്ലോസ്ഡ് എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ ഇൻ ദി ബക്കറ്റ്. ഈ വെള്ളത്തിലോട്ട്, ഈ ബക്കറ്റിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലോട്ട് ഒരു ക്ലോസ്ഡ് എംപ്റ്റി ബോട്ടിൽ, നന്നായിട്ട് അടച്ച അകത്തൊന്നുമില്ലാത്തൊരു ബോട്ടിൽ നമ്മളതിൻ്റെ മുകളിലോട്ട് വെക്കുക. എവിടെ? ഈ വാട്ടറിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഡു യു ഒബ്സർവ്? എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, വെക്കുമ്പോൾ അത് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലേ, താഴോട്ട് പോകാതെ. കാരണം അതിനകത്തൊന്നുമില്ല, ബോട്ടിലിനകത്തൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയൊക്കെ മനസ്സിലാവും. ആ ബോട്ടിൽ എവിടെ എന്ത് സംഭവിക്കും? ആ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ദ ബോട്ടിൽ ഫ്ലോട്ട്സ് ഓൺ ദി വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നെക്സ്റ്റ് എന്തുവാണ്? ട്രൈ ടു ഇമ്മേഴ്സ് ദ ബോട്ടിൽ ടു ദി ബോട്ടം ഓഫ് ദി ബക്കറ്റ് വിത്ത് യുവർ ഹാൻഡ്. അപ്പം പിന്നീട് അടുത്തത് എന്തുകൊണ്ട് പറയുന്നത്? ഈ ബോട്ടിൽ ഇമ്മേഴ്സ്, മുക്കുക, നന്നായിട്ട് അങ്ങ് ബോട്ടം ഓഫ് ദി ബക്കറ്റിൻ്റെ അടിയിലോട്ട് നമ്മൾ കൈവച്ച് പുഷ് ചെയ്ത് ഇങ്ങനെ മുക്കുക. അതിനുശേഷം ആഫ്റ്റർ ഫുള്ളി ഇമ്മേഴ്സിങ് ദിസ് ബോട്ടിൽ ഇൻ ദി വാട്ടർ, നന്നായിട്ട് അടിവരെ മുങ്ങിയതിന് ശേഷം റിമൂവ് യുവർ ഹാൻഡ് ഫ്രം ദ ബോട്ടിൽ. ആ ബോട്ടിൽ നിന്ന് നമ്മൾ കൈ ഇങ്ങ് പിടിവിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഈ ബോട്ടിൽ ഈ ജലത്തിൻ്റെ ഉപരിതലത്തിലോട്ട് പൊങ്ങി വന്ന് പിന്നെയും ഫ്ലോട്ട് ചെയ്ത് നിൽക്കും അല്ലേ. നമ്മൾ ആ ഒരു ബോട്ടിലിനെ നമ്മൾ ആ വെള്ളത്തിൽ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അടിയിലോട്ട് മുക്കി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കൈ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോട്ടിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ദ ബോട്ടിൽ റൈസസ് ബാക്ക് ടു ദ സർഫസ് ആൻഡ് ഫ്ലോട്ടഡ് ഓൺ ദി വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് നോക്കുക. വാട്ട് മെയ്ഡ് ദി പ്ലാസ്റ്റിക് ബോട്ടിൽ റൈസ് ടു ദ സർഫസ് ഓഫ് ദി വാട്ടർ? എന്തായിരിക്കാം ഈ ബോട്ടിലിനെ ഈ വെള്ളത്തിൻ്റെ അടിയിലോട്ട് നമ്മൾ മുക്കി വെച്ചിട്ട് നമ്മൾ കൈയെടുക്കുമ്പോൾ എന്തോ ഒരു ഫോഴ്സ് മുകളിലോട്ട് തള്ളുന്നത് കൊണ്ടല്ലേ അത് അടിയിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരുന്നത്? നമ്മുടെ കൈ കൊണ്ടുള്ള ഫോഴ്സ്, നമ്മൾ പ്രയോഗിച്ച ഫോഴ്സാണ് ഈ ബോട്ടിലിനെ താഴോട്ട് ആ ബക്കറ്റിൻ്റെ അടിയിലോട്ട് താഴ്ത്തിയത്. ആ ബോട്ടിലിനെ നമ്മൾ പിടിവിട്ടപ്പോൾ നമ്മുടെ ഫോഴ്സ്, നമ്മുടെ കൈയുടെ ഫോഴ്സ് കുഞ്ഞ് മാറി. അപ്പം ഇത് പെട്ടെന്ന് പൊങ്ങി അങ്ങ് ഈ വാട്ടറിൻ്റെ ഉപരിതലത്തിൽ വരണമെങ്കിൽ ആ വാട്ടറിൽ നിന്നും എന്തോ ഒരു ഫോഴ്സാണ് ഇതിനെ മുകളിലോട്ട് പൊക്കിയത് അല്ലേ. അപ്പോൾ ആ ഫോഴ്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം അവിടെ? ഫോഴ്സസ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ. വാട്ട് മെയ്ഡ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ റൈസ് ടു ദ സർഫസ് ഓഫ് ദി എർത്ത്? എന്തായിരിക്കാം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഈ ഒരു വാട്ടറിൻ്റെ സർഫസിലോട്ട് ഉയർത്തിയത്? എന്തായിരിക്കും? ഫോഴ്സസ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ. വാട്ടർ എന്തോ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്, അതായിരിക്കുമല്ലോ അതിനെ മുകളിലോട്ട് ഉയർത്തിയത്. ഇനി നോക്ക്. ഡസ് ദ ബോട്ടിൽ എക്സ്പീരിയൻസസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? ഈ ഒരു ബോട്ടിൽ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇനി ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ചാപ്റ്റർ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡിഫറൻസും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഭൂമി പ്രയോഗിക്കുന്നൊരു ബലം, അതാണല്ലോ ഗ്രാവിറ്റി, ഭൂമി തന്നിലോട്ട് അടുപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ബലം ഈ ഒരു ബോട്ടിലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ. നമ്മൾ എന്തോ സാധനമായാലും ഭൂമി അതിനെ ആകർഷിക്കും അല്ലേ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇഫ് യെസ്, ഇൻ വിച്ച് ഡയറക്ഷൻ? ആണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും അത്? ഏത് ഡയറക്ഷനിലായിരിക്കും?
ഡൗൺവേർഡ്, താഴോട്ടായിരിക്കുമല്ലോ അല്ലേ, താഴോട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡസിൻറ്റ് ദ ബോട്ടിൽ റിമൈൻ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ബോട്ടിലിന് അതിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കാത്തത്? നമ്മൾ അടിവരെ കൊണ്ടുപോയി ആ ബോട്ടിൽ അടിവരെ കൊണ്ടുപോയിട്ട് നമ്മൾ കൈ പെട്ടെന്ന് മാറ്റുമ്പോഴത്തേക്ക് ബോട്ടിൽ തിരിച്ച് പൊങ്ങി വന്ന് അതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ആ കുപ്പി അതിനടിയിൽ, അതായത് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാത്തത്? അതെന്താണെന്ന് വെച്ചാൽ കുപ്പിക്കൊരു ഭാരം ഉണ്ടല്ലോ, കുപ്പിക്കൊരു വെയിറ്റ് ഉണ്ട്. അപ്പം ഈ കുപ്പിയുടെ വെയിറ്റിനേക്കാളും അധികത്തിലുള്ള ഫോഴ്സാണ് ഈ കുപ്പിയെ മുകളിലോട്ട് തള്ളിവിടുന്നത്. അപ്പം ഈ കുപ്പി താഴോട്ട് കൊടുക്കുന്ന ആ ഫോഴ്സിനേക്കാളും അധികത്തിലുള്ള ഫോഴ്സ് ഈ വെള്ളം മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് കുപ്പി പൊങ്ങി വരാനുള്ള കാരണം. അപ്പം മനസ്സിലായല്ലോ. ഇനി ഈ അപ്വേർഡ് ഫോഴ്സിനെ പറ്റി വേറൊരു എക്സാമ്പിൾ പറയാം. വെൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ ഈസ് ഡ്രോൺ ഫ്രം എ വെൽ, ഒരു കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പോൾ, ഇപ്പോഴെല്ലാം നിങ്ങൾക്കെല്ലാം ഇവിടെ വീട്ടിലെല്ലാം മോട്ടറും പൈപ്പും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ച് നോക്കിയാൽ അറിയാം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ എന്ന്. നിങ്ങൾക്കൊക്കെ ഈ എക്സ്പീരിയൻസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കിണറിൽ നിന്ന് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം കോരിയെടുക്കുമ്പോൾ എ ഡിക്രീസ് ഇൻ വെയിറ്റ് ഈസ് ഫെൽറ്റ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ സർഫസ് ഓഫ് ദി വാട്ടർ. വാട്ടറിൻ്റെ നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പോൾ ആ തൊട്ടി കിണറിൽ നന്നായിട്ട് അടിവരെ മുക്കിയിട്ട് നമ്മളിങ്ങനെ വലിച്ച് കോരുന്ന സമയത്ത് ഈ വാട്ടറിൻ്റെ സർഫസ് വരെ വരുന്ന അത്രയും സമയം വരെ ഇതിന് വലിയ വെയിറ്റ് തോന്നില്ല. നമുക്ക് ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കോരിയെടുക്കാം. പക്ഷേ ആ സർഫസിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ കോരുമ്പോഴാണ് ആ തൊട്ടിയിൽ എത്രമാത്രം വെള്ളമുണ്ടോ അത്രമാത്രം ആ വെള്ളത്തിൻ്റെ വെയിറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് വെയിറ്റ് ലോസ്? എന്താണ് ഈ വെയിറ്റ് ലോസിൻ്റെ കാരണം? അതും ഈ അടിയിൽ നിന്ന് ഏതോ ഒരു ഫോഴ്സ് മുകളിലോട്ട് ഈ തൊട്ടിയെ തള്ളിവിടുന്നത് കൊണ്ടായിരിക്കുമല്ലോ. നമുക്കങ്ങനെ ഒരു ഫോഴ്സ് മുകളിലോട്ട് തള്ളിവിടുന്നത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് അതിന് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത് അല്ലേ. ഒരു തള്ളിവിടുന്നില്ലെങ്കിൽ നമുക്ക് ഈ വാട്ടർ ആ കിണറിൻ്റെ ഉപരിതലത്തിൽ വന്നിട്ട് എത്ര വെയിറ്റ് അനുഭവപ്പെടുന്നോ അത്രയും വെയിറ്റിനെ താഴേന്ന് നമുക്ക് അനുഭവപ്പെടണം അല്ലേ. അല്ല, ഈ ഏതോ ഒരു ഫോഴ്സ് ഈ തൊട്ടിയെയും അതിനകത്തുള്ള വെള്ളത്തിനെയും ഈ വാട്ടറിൻ്റെ ഉപരിതലം വരെ, ഈ കിണറിൻ്റെ വാട്ടർ എത്രയുണ്ടോ അതിൻ്റെ ഉപരിതലം വരെ ഏതോ ഒരു ഫോഴ്സ് അടിയിൽ നിന്ന് തള്ളിവിടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത്. ആ ഫോഴ്സിൻ്റെ പേരാണ് ബോയൻ ഫോഴ്സ്. ഇപ്പം നമ്മൾ 2 എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. ഒന്ന് കിണറിലെ വെള്ളം കോരിയെടുക്കുന്ന എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, വേറൊന്ന് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ മുക്കുന്ന കഥ പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു ഫോഴ്സ് മുകളിലോട്ട് തള്ളി വിടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഫോഴ്സിൻ്റെ പേരാണ് ബോയൻ ഫോഴ്സ്. മറന്നു പോവല്ലേ. താഴോട്ട് ഡൗൺവേർഡ് ഫോഴ്സിന് ഏതാണ്? ഗ്രാവിറ്റിയാണ്. മുകളിലോട്ടുള്ളത് ഏതാണ്? ബോയൻ ഫോഴ്സ് ആണ്. സ്പെല്ലിങ് അറിയാലോ, BUOYANT. സ്പെല്ലിങ്ങും പഠിച്ചു വെച്ചോണം. ബോയൻ ഫോഴ്സ്. ഇനി നോക്കടുത്തത്. ഫിൽ 3/4 ഓഫ് എ ബക്കറ്റ് വിത്ത് വാട്ടർ നിറയ്ക്കുക ഒരു ബക്കറ്റിൽ. ട്രൈ ലിഫ്റ്റിംഗ് എ മഗ് ഫിൽഡ് വിത്ത് വാട്ടർ ഫ്രം ദി ബോട്ടം ഓഫ് ദി ബക്കറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നേരത്തെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ക്ലോസ്ഡ് ആയിരുന്നു അല്ല, അതിനകത്തൊന്നും എംറ്റി ബോട്ടിലായിരുന്നു. നമ്മൾ അതിനകത്തോട്ട് മുക്കി വെച്ചാൽ കൂടി അതിനകത്ത് വെള്ളം കയറില്ലായിരുന്നു. അടപ്പൊക്കെ നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഇപ്പോൾ 2ാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ കിണറിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ 3ാമത്തെ എക്സ്പെരിമെൻറ്റിൽ അവർ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഒരു മഗ് അതിനകത്തോട്ട് താഴ്ത്തി വയ്ക്കുക. താഴ്ത്തി വയ്ക്കുമ്പോൾ തന്നെ ആ മഗ്ഗിനകത്ത് എന്ത് നിറയും? വെള്ളം നിറയും. അതിനുശേഷം ഈ വെള്ളത്തിൽ നിന്ന് ഈ മഗ് പുറത്തെടുക്കാൻ നോക്കുക. അപ്പോൾ പിക്ചറിൽ കാണുന്നത് പോലെ ബക്കറ്റിൻ്റെ ബോട്ടത്തിൽ തന്നെയാണ് ആ മഗ് ഇരിക്കുന്നത് അല്ലേ. എന്നിട്ട് മുകളിലോട്ട് പൊക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ മഗ് ഈ വാട്ടറിൻ്റെ ഈ സർഫസിൽ വരുന്നത് വരെ, ഉപരിതലത്തിൽ വരുന്നത് വരെ നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ആ കപ്പിൽ എത്രമാത്രം വാട്ടർ ഉണ്ടോ ആ വാട്ടറിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തോ ഒരു ഫോഴ്സ് ഇതിനെ ഈ വാട്ടറിൻ്റെ ഉപരിതലത്തിലോട്ട് തള്ളി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യാത്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണ്. അതിനകത്ത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഫെൽറ്റ് ഇൻ ദ വെയിറ്റ് ഓഫ് ദി മഗ് വെൻ ഇറ്റ് ഈസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പം ബക്കറ്റിലെ വാട്ടറിലെ ഇൻസൈഡ് അകത്തും പുറത്തും വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? വെയിറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലേ. വാട്ടറിൻ്റെ അകത്ത് വലിയ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ അതിൻ്റെ ഉപരിതലം കഴിഞ്ഞ് നമ്മൾ പൊക്കുമ്പോൾ ആ മഗ്ഗിലെ വാട്ടറിന് വെയിറ്റ് ഫീൽ ചെയ്യും. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും ആ റീസൺ?
ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്ട്സ് ഇൻ ദ ലിക്വിഡ്. അപ്പോൾ ലിക്വിഡിനകത്ത് ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ട് തള്ളുന്ന ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിന് വെയിറ്റ് ഫീൽ ചെയ്യാത്ത, ആരാണ്ട് തള്ളിക്കൊടുക്കുന്നത് പോലെ. അപ്പോൾ അത് ലിക്വിഡാണ് ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഈസ് ദിസ് അപ്വേർഡ് ഫോഴ്സ് ഫെൽറ്റ് ഒൺലി ഇൻ ലിക്വിഡ്. അപ്പം നമ്മൾ പറഞ്ഞു ലിക്വിഡിനകത്ത് ഇപ്പം 3-4 എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ കണ്ടു. ലിക്വിഡിനകത്ത് ഈ ഒരു ഫോഴ്സ് തള്ളിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ദ്രാവകത്തിനകത്ത് ഒരു ഫോഴ്സ് ഇങ്ങനെ മുകളിലോട്ട് അപ്വേർഡ് ഫോഴ്സ് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് ദ്രാവകത്തിൽ മാത്രമാണോ ഇതുള്ളത്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഹാപ്പൻസ് ടു എ ഹീലിയം ഫിൽഡ് ബലൂൺ വെൻ ഇറ്റ് ഈസ് സെറ്റ് ഫ്രീ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഹീലിയം ഫില്ല് ചെയ്തൊരു ബലൂണിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ബലൂൺ റൈസസ് അപ്പ്, അല്ലേ, മുകളിലോട്ട് പൊങ്ങും. ഈവൻ ദോ ദ ഹീലിയം ഫിൽഡ് ബലൂൺ ഹാസ് വെയിറ്റ്. അപ്പം ഹീലിയം ഫിൽഡ് ബലൂണിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് എങ്ങോട്ടാണ് പോയത്? ഇതിനെ സെറ്റ് ഫ്രീ ആയിട്ട് വിടുമ്പോഴത്തേക്ക് ഇത് എങ്ങോട്ട് വന്ന് മുകളിലോട്ട് പോകുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനെ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഒരു ഫോഴ്സ് പ്രയോഗിച്ച് അതിനെ മുകളിലോട്ട് വലിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത് നോക്ക്. Isn't it because the upward forces exerted by the atmosphere is greater than the weight of the balloon that is rises upwards? അതായത് ഇതിനുള്ള ഈ ബലൂണിൻ്റെ വെയിറ്റിനേക്കാളും അധികത്തിൽ ഫോഴ്സിൽ ഈ അറ്റ്മോസ്ഫിയർ ഇതിനെ മുകളിലോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത് മുകളിലോട്ട് പോയത്. പിടികിട്ടിയല്ലോ എന്തുകൊണ്ടാണെന്ന്. അതായത് ബലൂണിന് സ്വാഭാവികമായിട്ട് ഹീലിയം നിറച്ച ബലൂണിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ട് പോകണം? താഴോട്ട് വരണം. അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കണം. പക്ഷേ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു വെയിറ്റിനേക്കാളും, ഈ ഹീലിയം ബലൂണിന് അനുഭവപ്പെടുന്ന ആ ഒരു വെയിറ്റിനേക്കാളും അധികത്തിൽ ഫോഴ്സ് ആര് പ്രയോഗിക്കുന്നു? അറ്റ്മോസ്ഫിയർ പ്രയോഗിക്കുന്നു മുകളിലോട്ട്. അതുകൊണ്ടാണ് ഇത് മുകളിലോട്ട് പൊങ്ങുന്നത്. പിടികിട്ടിയല്ലോ. Haven't you understood that objects experienced an upward force not only in liquids but also in gases? ലിക്വിഡ്സിൽ മാത്രമല്ല ഗ്യാസസിലും ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. ലിക്വിഡ്സ് എന്നറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. വാട്ടർ ആവാം, പെട്രോൾ ആവാം, അങ്ങനെ ലിക്വിഡ് രൂപത്തിലുള്ള എന്തും ആവാം. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഇത്രയും എക്സ്പെരിമെൻറ്റിൽ നിന്നൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? ഗ്യാസസിലും ഒരു അപ്വേർഡ് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇതിൽ നിന്നും. ഇൻ ജനറൽ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ടുഗദർ ആർ നോൺ ആസ് ഫ്ലൂയിഡ്സ്. മനസ്സിലാക്കി വെച്ചോളാം, ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ്സ് എന്നാണ്. അത് വിട്ടുപോകല്ലേ, മനസ്സിലാക്കി വെച്ചോണേ. ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ്സ് എന്നാണ്. ടുഗദർ, ഒരുമിച്ച് പറയുന്നത് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഈ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും എന്തുകൊണ്ട് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതെന്ന് അറിയാമോ? അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്ന് പറയുന്നത് വീക്കാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുൾ തമ്മിലുള്ള അട്രാക്ഷൻ വീക്കാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഫ്രീ ആയിട്ട് അലോ ചെയ്യുന്നു, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനാണ് ഈ ഗ്യാസസിനെയും ലിക്വിഡിനെയും? നമുക്കറിയാം, ഒരു ഖരപദാർത്ഥമാവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസസ് ആവട്ടെ, അതിനകത്ത് മോളിക്കുലർ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നിങ്ങൾ, മോളിക്കുൾ എങ്ങനെയാണ് അതിനകത്ത് വരുന്നത്, ഖരപദാർത്ഥത്തിൽ അടുക്കിയാണ് മോളിക്കുൾ വെച്ചിരിക്കുന്നത്. ദ്രാവകത്തിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടാണ്, വാതകത്തിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മോളിക്കുൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് അല്ലെങ്കിൽ അട്രാക്ഷൻ ഏതിൽ കുറവാണ്? ഗ്യാസസിലും കുറവാണ്, അതുപോലെ തന്നെ ലിക്വിഡ്സിലും കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ മോളിക്കുളിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് രണ്ടും ഒഴുകാൻ സാധിക്കുന്നു, അല്ലേ? ദ്രാവകമാവട്ടെ അത് ഒഴുകും, അതുപോലെ വാതകവും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, from the previous activities we understood that there are two type of forces acting on the objects in the fluid. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏതിനെയൊക്കെ? ഗ്യാസസിനെയും പറയും, അതുപോലെ തന്നെ ലിക്വിഡിനെയും പറയും. അപ്പോൾ ഈ ഫ്ലൂയിഡിൽ 2 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഏതാണ്? ഡൗൺവേർഡ് ഫോഴ്സസ് ഓൺ ദി ഒബ്ജക്റ്റ്, അതായത് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്കറിയാം അത് ഡൗൺവേർഡ് ഫോഴ്സസ് ആണ്, താഴോട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അപ്വേർഡ് ഫോഴ്സസ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദി ഒബ്ജക്റ്റ്. ഈ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിൽ പ്രയോഗിക്കുന്നൊരു ബലമുണ്ട്, അത് അപ്വേർഡ് ഫോഴ്സാണെന്ന് നമുക്കറിയാം. ഇനി നോക്ക്, അപ്പോൾ ഈ അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേര് ബോയൻ ഫോഴ്സ് എന്നാണ്. സ്പെല്ലിങ് നോക്കിക്കോ, BUOYANT,
ബോയിൻ ഫോഴ്സ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ താഴെ എൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്റ്റ് നന്നായിട്ട് മുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് മുങ്ങിക്കിടക്കുകയോ ചെയ്തോട്ടെ, ദ അപ്വേർഡ് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ദ ബോയിൻ്റ് ഫോഴ്സ്. ആ ഒരു ഒബ്ജക്റ്റിലോട്ട് ഈ ഫ്ലൂയിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ടുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും എക്സ്പെരിമെൻറ്റുകൾ പഠിച്ചത് എന്തിനാണ്? ഈ ബോയിൻ്റ് ഫോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ പഠിച്ചത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഒബ്ജക്റ്റ് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലിയോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തെടുക്കുക, മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദ അപ്വേർഡ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലോട്ടൊരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ടൊരു ഫോഴ്സ് ആ ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ബോയൻ ഫോഴ്സ്. സ്പെല്ലിംഗ് പഠിച്ചു വെച്ചോണേ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ബോയൻ ഫോഴ്സ് ലിക്വിഡിലും അതുപോലെ തന്നെ ഗ്യാസിലും അനുഭവപ്പെടുന്നുണ്ട്. ലിക്വിഡിനെയും ഗ്യാസിനെയും പറയുന്ന പേര് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അതിനെ ഫ്ലൂയിഡ് എന്ന് പറയുന്നതെന്ന് ഞാൻ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫൈൻഡ് ആൻഡ് റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ഇൻസ്റ്റൻസസ് വെർ യു എക്സ്പീരിയൻസ് ബോയിൻ്റ് ഫോഴ്സ് ഇൻ എവരിഡേ ലൈഫ്. എക്സാമ്പിൾസ് എഴുതാനാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ബോയിൻ്റ് ഫോഴ്സിന് 2 എക്സാമ്പിൾസ് എഴുതാനാണ് കൊടുത്തേക്കുന്നത്. എയർ ബബിൾസ് റൈസിങ് ഫ്രം വാട്ടറിൽ നിന്നുള്ള വരുന്ന എയർ ബബിൾസ് അതിനൊരു ഉദാഹരണമാണ്, ഈ ബോയിൻ്റ് ഫോഴ്സിനൊരു ഉദാഹരണമാണ്. ഷിപ്പ് ഫ്ലോട്ടിങ് ഓൺ ദി ഓഷൻ, ഷിപ്പ് ഓഷനിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഷിപ്പ് എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് പിടികിട്ടിയാൽ ബോയിൻ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആണി എടുത്തിടുമ്പോൾ എന്താണ് താന്നു പോകുന്നതെന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് വരുമ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നതിൻ്റെ ആൻസർ കിട്ടിയാലോ നിങ്ങൾക്ക്? ബോയിൻ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആണി വെള്ളത്തിലിട്ടാൽ താന്നു പോകുന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അതിന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒരു ഉദാഹരണം നമുക്ക് എഴുതുന്നത് ഹീലിയം ബലൂൺ റൈസിങ് അപ്പ്, അല്ലേ? മുകളിലോട്ട് ഹീലിയം ബലൂൺ പൊങ്ങിപ്പോകുന്നതും ബോയിൻ്റ് ഫോഴ്സിന് ഒരു എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ബോയിൻ്റ് ഫോഴ്സ് എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതിനൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണത് പറയുന്നത്. അതിന് വേണ്ടുന്നൊരു സ്പ്രിംഗ് ബാലൻസ് വേണം, ട്രഫ് ഫിൽഡ് വിത്ത് 3/4 ഓഫ് വാട്ടർ അത് വേണം, അത് കഴിഞ്ഞിട്ടൊരു സ്റ്റോൺ വേണം, അയൺ ബ്ലോക്ക് ആൻഡ് എ ഗ്ലാസ് സ്ലാബ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അതിനുശേഷം എന്താ വേണം? മെഷർ ദ വെയ്റ്റ് ഓഫ് സ്റ്റോൺ, അയൺ ബ്ലോക്ക് ആൻഡ് ഗ്ലാസ് സ്ലാബ് യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഈ സ്റ്റോണിൻ്റെയും അയൺ ബ്ലോക്കിൻ്റെയും ഗ്ലാസ് സ്ലാബിൻ്റെയും എല്ലാം വെയിറ്റ് മെഷർ ചെയ്യണം. അത് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ 5.1. ആ 5.1 നമ്മൾ അത് എഴുതുക. ദെൻ ഇമ്മേഴ്സ് ഈച്ച് ഓഫ് ദം ഇൻ വാട്ടർ. എന്നിട്ട് ഈ 3 നമ്മൾ വാട്ടറിൽ ഇടണം. അതിനാണ് നമ്മൾ ഒരു ട്രഫ് എടുത്തിട്ട് അതിനകത്ത് 3/4 ഓഫ് വാട്ടർ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എഴുതണം. നമുക്ക് നോക്കാം, അതൊന്ന് എഴുതി നോക്കാം. നമ്മൾ ജസ്റ്റ് എഴുതുന്നതാണിത്. അപ്പം സ്റ്റോണിൻ്റെ എയറിലുള്ള വെയിറ്റ് നമുക്ക് എഴുതാം. ഒരു 6 ന്യൂട്ടൺ എഴുതാം. അപ്പം ഞാനെടുത്തത് 6 ന്യൂട്ടനാണ്. അപ്പം നിങ്ങൾ 6 ന്യൂട്ടൺ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് 10 ന്യൂട്ടൺ വേണമെങ്കിൽ എടുക്കാം, 5 ന്യൂട്ടൺ വേണമെങ്കിൽ എടുക്കാം. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കൊടുത്തേക്കുവാണ്. ബോയിൻ്റ് ഫോഴ്സ് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കൊടുത്തേക്കുവാണ്. അപ്പോൾ 6 ന്യൂട്ടൺ എടുത്ത് ഞാൻ വെയിറ്റ് ഇൻ എയർ, അതിനുശേഷം വെയിറ്റ് ഇൻ വാട്ടർ എടുത്തത് ഞാനൊരു 4 ന്യൂട്ടൺ എടുത്തു. കാരണം നമുക്കറിയാം വാട്ടറിലെ വെയിറ്റും അതുപോലെ തന്നെ എയറിലെ വെയിറ്റും ഡിഫറൻ്റ് ആണ്. വാട്ടറിലായിരിക്കും കുറഞ്ഞിരിക്കുന്നതെന്ന് കാര്യം നമുക്കറിയാം. അതിനകത്തൊരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ടറിനകത്ത് വെയിറ്റ് കുറവാണെന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ ഞാൻ എന്ത് കൊടുത്തു? ഒരു 4 ന്യൂട്ടൺ കൊടുത്തു ഞാൻ വെയിറ്റ് ഇൻ വാട്ടർ. അതിനുശേഷം നമുക്ക് ബോയൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് വെച്ചാൽ ഈ വാട്ടറിലിരിക്കുന്ന സമയത്ത് എത്രമാത്രം വെയിറ്റ് നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? വാട്ടറിൽ വെച്ചിട്ട് നമുക്കറിയാം കുറവായിരിക്കും. എയറിനേക്കാളും സംബന്ധിച്ച് വാട്ടറിനകത്ത് നമുക്കറിയാം വെയിറ്റ് കുറവാണെന്ന് നമുക്കറിയാം. നമ്മൾ തന്നെ പോയി നീന്തുന്ന കുട്ടികൾക്ക് കൊണ്ടെങ്കിൽ അറിയാം. നമ്മളതിനകത്ത് വാട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ബോഡിക്ക് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ടല്ലേ. അപ്പം ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ദി വാട്ടർ, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് എത്രമാത്രം വെയിറ്റ് ലോസ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് തന്നെയാണ് ബോയിൻ്റ് ഫോഴ്സും. ബോയിൻ്റ് ഫോഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? W1 - W2. ഇത് വെയിറ്റ് ഓഫ്
എയർ മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ. അങ്ങനെയാണ് ബോയിൻ. അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് തന്നേ ഉള്ളൂ. അത് ആ ഒരു മെഷർമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 10 വേണമെങ്കിൽ എടുക്കാം, 50 വേണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ആൻസർ കിട്ടുന്നത് W1 മൈനസ് W2 ആകുമ്പോൾ 6ൽ നിന്നും 4 ന്യൂട്ടൺ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ന്യൂട്ടൺ കിട്ടും. ഈ 2 ന്യൂട്ടൺ തന്നെയാണ് ബോയിൻ ഫോഴ്സും അതുപോലെ തന്നെ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ഇതുപോലെ ഓരോ വെയിറ്റ് വിട്ട് നിങ്ങൾ ബാക്കി 2 അയൺ ബ്ലോക്കിൻ്റെയും ഗ്ലാസ് സ്ലാബിൻ്റെയും ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ വെയിറ്റ് ഇൻ എയറും അതുപോലെ വെയിറ്റ് ഇൻ വാട്ടർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ കിട്ടും. എത്രമാത്രം വെയിറ്റാണ് വാട്ടറിൽ വെച്ച് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് തന്നെയാണ് ബോയിൻ ഫോഴ്സ് എന്നും നമുക്ക് കിട്ടും. ഇതെല്ലാം ന്യൂട്രലിലാണ് കിട്ടുന്നത്. വാസൻറ്റ് ഇറ്റ് ഡ്യൂ ടു ദ ബോയൻ ഫോഴ്സ് ദാറ്റ് ദ ഒബ്ജക്ട്സ് എക്സ്പീരിയൻസ്ഡ് എ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. അത് നമുക്ക് ആ വാട്ടറിൽ വെച്ച് ഓബ്ജക്റ്റിന് വെയിറ്റ് കുറവ് അനുഭവപ്പെടാൻ കാരണം അത് ബോയൻ ഫോഴ്സാണ്. അടിയിൽ നിന്നും ആ ലിക്വിഡ് ഒരു ഫോഴ്സ് മുകളിലോട്ട് എക്സേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് അനുഭവപ്പെടാൻ കാരണം. ഇനി നോക്കുക, അത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ ഫ്ലൂയിഡ് ദ ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദി ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ കണ്ടതല്ലേ, അതായത് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ബോയൻ ഫോഴ്സ് എന്ന് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലായിരിക്കുമ്പോൾ, ഒരു സാധനം ഫ്ലൂയിഡിലായിരിക്കുമ്പോൾ ബോയാൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ബോയാൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ആ വെയിറ്റിന് ആ ഒരു ഒബ്ജക്റ്റിന് നഷ്ടപ്പെടുന്ന വെയിറ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്ലൂയിഡിലിരിക്കുന്ന ഒബ്ജക്റ്റിൽ ചെലുത്തുന്ന ബോയാൻ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ബോയൻ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻ ഫോഴ്സ്. അതിനൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ എടുക്കണം? വാട്ടർ എടുക്കണം, സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ എടുക്കണം, ഗ്ലിസറിൻ എടുക്കണം, 3 ബീക്കേഴ്സിലെടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാനാണ്? ബോയൻ ഫോഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100 ഗ്രാം സ്ലോട്ടഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ തൂക്കക്കട്ട, അതെടുക്കണം. അതിനുശേഷം അത് ഈ ലിക്വിഡിലും അത് എയറിലും ലിക്വിഡിലുമുള്ള ആ ഒരു വെയിറ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ 3 ബീക്കർ വെച്ചിട്ടുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറാണ്, വേറൊന്ന് വാട്ടറാണ്, വേറൊന്ന് ഗ്ലിസറിനാണ്. ഈ 3 എണ്ണത്തിലും ഈ 100 ഗ്രാം തൂക്കക്കട്ട വെച്ചിരിക്കുന്നതായിട്ടുള്ള പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവിടെ തൂക്കക്കട്ടയുടെ മാസാണ് 100 ഗ്രാം. അതിൻ്റെ വെയിറ്റ് എടുക്കണം നമുക്ക്. ആ വെയിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? M/G ആണെന്ന് നമുക്കറിയാം. അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നറിയാം. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ 100 ഗ്രാമിനെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് ഈ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ന്യൂട്രലിലോട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് kg കൊണ്ടുവരണം. അപ്പോൾ 100 ഗ്രാമിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.1 kg കിട്ടും. അതിനെ നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0.98 ന്യൂട്ടൺ കിട്ടും. ശ്രദ്ധിച്ചിരുന്നോണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് W1 കിട്ടി. എയറിലെ വെയിറ്റ് എത്രയാണെന്ന് കിട്ടി? 0.98 ന്യൂട്ടൺ ആണെന്ന് നമ്മൾക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ ലിക്വിഡിലുള്ള ഓരോന്നിൻ്റെയും വെയിറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാം. അപ്പോൾ നമ്മൾ W1 ആയിട്ട് എടുക്കുന്ന ഏതാണ്? 0.98 ന്യൂട്ടൺ ആണ്, അതായത് എയറിലെ വെയിറ്റ്. അത് വെച്ചിട്ട് നമുക്ക് വാട്ടറിലെ വെയിറ്റും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണല്ലോ ബോയൻസി കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിൽ നമുക്കൊരു 0.54 കൊടുക്കാം. കാരണം എയറിലെ വെയിറ്റ് എന്ന് പറയുന്നത് 0.98 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഒരിക്കലും വാട്ടറിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ നമുക്ക് അതിൽ കുറവേ കിട്ടത്തുള്ളൂ. 0.98 കുറവേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ, ഞാൻ ജസ്റ്റ് അത്ര എടുക്കുന്നതേ ഉള്ളൂ. അപ്പം 0.54 എടുത്തു നമ്മൾ. ഇനി ഏതാണ്? ലോസ് ഓഫ് വെയിറ്റ്. ബോയിൻ്റ് ഫോഴ്സ് അങ്ങനെയാണ് കണക്കാക്കുന്നത്. W1 മൈനസ് WT, അതായത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. അപ്പോൾ 0.98 മൈനസ് 0.54 നമുക്ക് 0.44 കിട്ടും. നെക്സ്റ്റ് വാട്ടറിൽ ഞാൻ കൊടുക്കുന്നത്, എയറിലുള്ളത് നമുക്കറിയാം 0.98 ആണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടറിൽ ഞാൻ കൊടുക്കുന്നത് 0.67 ആണ് കൊടുക്കുന്നത്. ലിക്വിഡിലുള്ള വെയിറ്റ്, അതായത് W2.
അപ്പം വെയിറ്റ് ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു ബോയൻസി ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, W1 മൈനസ് W2. അപ്പം ഏത് കിട്ടും, 0.98 മൈനസ് 0.67. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.31 കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഗ്ലിസറിൽ നമ്മൾ W1 നമുക്കറിയാം 0.98 ആണ്. അതുപോലെ തന്നെ W2 അതായത് വെയ്റ്റ് ഇൻ ലിക്വിഡ് കിട്ടുന്നത് 0.36. അപ്പോൾ അതിന് ബോയൻസി ഫോഴ്സ് ഓർ ലോസ് ഓഫ് വെയിറ്റ് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ W1 മൈനസ് W2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.62 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളത്, ആദ്യത്തേത് 0.54 കൊടുത്തു, രണ്ടാമത്തത് 0.67 കൊടുത്തു, മൂന്നാമത്തത് 0.36 കൊടുത്തു. അപ്പോൾ കിട്ടിയ ആൻസർ എങ്ങനെയാണ്, 0.44, 0.31, 0.62. ഇതെല്ലാം ന്യൂട്ടനാണേ, ഞാൻ ന്യൂട്ടൺ ഇട്ടിട്ടില്ല. അതായത് ലോസ് ഓഫ് വെയ്റ്റും ന്യൂട്ടൺ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ്. നിങ്ങൾ അതിനകത്തെല്ലാം ന്യൂട്ടൺ ഇട്ടോണം, ഞാൻ ന്യൂട്ടൺ ഇട്ടിട്ടില്ല. അപ്പോൾ ബോയൻസി ഫോഴ്സ് കൂടുതൽ ഏതിനാണുള്ളത്, മൂന്നാമതായിട്ടുള്ള ഗ്ലിസറിലാണ് കൂടുതലായിട്ടുള്ളത്. കുറവുള്ളത് ഏതിലാണ്, വാട്ടറിലാണ് കുറവുള്ളത് അല്ലേ. ഈ വെയിറ്റ് ലോസ് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനകത്ത് ഓരോരോ അക്കങ്ങൾ ഇട്ട് കൊടുത്തത്. 0.54ഉം 0.67, 0.36 ഒക്കെ ഇട്ട് കൊടുത്തത്. അപ്പം വെയിറ്റ് ലോസ് കൂടുതലാണ് ഏതിനാണ്, ഈ മൂന്നാമത്തെ ഗ്ലിസറിൽ വെയിറ്റ് ലോസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോയാൻ ഫോഴ്സും കൂടുതലാണെന്ന് പറയാം അല്ലേ. ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ള അക്കങ്ങൾ ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല എന്തുകൊണ്ട് ഞാൻ സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിലും ഗ്ലിസറിലും വെവ്വേറെ അക്കങ്ങൾ ഇട്ടു എന്നുള്ളത്. കാരണം വെയിറ്റ് സ്ലോട്ടഡ് ഇൻ ലിക്വിഡിലെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി മാറി അക്കങ്ങൾ ഇട്ടു എന്ന് നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവത്തില്ല. പക്ഷേ നെക്സ്റ്റ് പേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിയും കൂടെ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള അക്കങ്ങൾ ഇട്ടതെന്ന്. അപ്പോൾ അത് പഠിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് പിന്നീട് ഇതൊന്ന് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവാൻ സാധിക്കും. നോക്ക്, ഇതിനകത്ത് ബോയാൻ ഫോഴ്സും അവർ വെയിറ്റ് ലോസ് ഏറ്റവും കൂടുതൽ ഇതിനാണ്, ഗ്ലിസറിനാണ് അല്ലേ. ഏറ്റവും കുറവ് ഏതിനാണ്, വാട്ടറിനാണ്. 0.31 ആണുള്ളത്. ഗ്ലിസറിന് 0.62 ആണുള്ളത്. അപ്പം ബോയാൻ ഫോഴ്സ് കൂടുതലുള്ളത് ഗ്ലിസറിനാണ്, ഏറ്റവും കുറവുള്ളത് വാട്ടറിനുമാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് ഗ്ലിസറിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത്. അതുപോലെ ബോയാൻ ഫോഴ്സ് അനുഭവപ്പെടുന്നതും ഗ്ലിസറിൽ തന്നെയാണ്. അപ്പോൾ ബോയാൻ ഫോഴ്സ് ഏറ്റവും കുറവ് ഏതിലാണ്, വാട്ടറിലാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് ഈ ബോയാൻ ഫോഴ്സിന് ബന്ധമുണ്ടോ, ഇതിലൊരു ഫാക്ടറുമായിട്ട് ബോയാൻ ഫോഴ്സിന് ബന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഒരേ മാസം ഉള്ളത് പിന്നെ നമ്മളത് വെയിറ്റാക്കി മാറ്റി ഉള്ള ഈ തൂക്കക്കട്ട കൊണ്ട് നമ്മൾ ഇതിനകത്തിട്ട് വെയിറ്റ് ലോസ് നോക്കാൻ ശ്രമിച്ചത്. ലെറ്റ്സ് എക്സാമിൻ വെദർ ദ ലോസ് ഓഫ് വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ഈസ് റിലേറ്റഡ് ടു ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. അപ്പം നമ്മൾ നേരത്തെ ആ കണ്ട പട്ടികയിൽ ആ ഡിഫറെൻറ്റ് ലിക്വിഡ്സിന് 3 ലിക്വിഡ് നമ്മൾ എടുത്തു വെച്ചു, സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടർ, ഗ്ലിസറിൻ. അപ്പോൾ ഈ 3 ലിക്വിഡിനും അതിനകത്ത് ഉള്ള ലോസ് ഓഫ് വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ. ലോസ് ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും അത് ഡെൻസിറ്റി മൂലമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് തന്ന മൂന്നെണ്ണം ഏതൊക്കെയാണ്, ഗ്ലിസറിനുണ്ട്, സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി ഒന്ന് നോക്കൂ. ഗ്ലിസറിൻ്റെ 1216 ആണ്, സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിന് 1025 ആണ്, വാട്ടറിൻ്റെത് 1000 ആണ്. ഇനി ആ ടേബിളിലോട്ട് നിങ്ങളൊന്ന് നോക്ക്. ആ ടേബിളിൽ ബോയാൻ ഫോഴ്സോ ലോസ് ഓഫ് വെയിറ്റ് കൂടുതലുള്ളത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നോക്ക്, 1216 ആണ്. ഇനി ഈ 3 വെച്ച് നോക്കുമ്പോൾ ഡെൻസിറ്റി കുറവ് ഏതാണ്, വാട്ടറാണ്, 1000 ആണ്. അപ്പോൾ അതിൻ്റെ ലോസ് ഓഫ് വെയിറ്റും ബോയാൻ ഫോഴ്സും നോക്കുക, 0.31 ആണ്. വാട്ടറും സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറും ഗ്ലിസറിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കുറവ് ഏതിനാണ്, വാട്ടറിനാണ് കുറവ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ബോയാൻ ഫോഴ്സ് കൂടുതലായിരിക്കും, അതായത് ലോസ് ഓഫ് വെയിറ്റ് കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറവാണെങ്കിൽ അവിടെ ബോയാൻ ഫോഴ്സ് കുറവായിരിക്കും, ലോസ് ഓഫ് വെയിറ്റ് കുറവായിരിക്കും. ഇത്ര മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നോക്ക്, അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
5 ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ളത് ഏതാണ്? കെരോസിനാണല്ലേ. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കുറവ് ബോയാൻ ഫോഴ്സ് ഉള്ളത്, അതായത് ലോസ് ഓഫ് വെയിറ്റ് ഉള്ളത്. ഇവിടെ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളിവിടെ ഈ ഒരു തൂക്കക്കട്ടയ്ക്ക് സാച്ചുറേറ്റഡ് സാൾട്ട് വാട്ടറിലും ഗ്ലിസറിലും എല്ലാം ഡിഫറൻറ്റ് വെയിറ്റാണ് അനുഭവപ്പെട്ടത്. എവിടെയാണ്? ലിക്വിഡിൽ ഈ തൂക്കക്കട്ടയ്ക്ക് അനുഭവപ്പെട്ടത് അല്ലേ. അതെന്തുകൊണ്ടാണ് ഈ ഡിഫറൻറ്റ് വെയിറ്റ് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഡിഫറൻ്റ് ആണ് അല്ലേ. ഈ 3 ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി ഡിഫറൻ്റ് ആണ്. ഡെൻസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്തു നിന്നുള്ള ബോയിൻ ഫോഴ്സിനും ഡിഫറൻസ് വരും. അപ്പോൾ ബോയിൻ ഫോഴ്സ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ശ്രദ്ധിച്ചിരുന്നോണം, ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയിൻ ഫോഴ്സ് കൂടും. തന്നെയാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഗ്ലിസറിന് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോയിൻ ഫോഴ്സും കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ബോയൻ ഫോഴ്സ് കൂടുതലാണെങ്കിൽ, മുകളിലോട്ട് തള്ളിത്തരുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? വെയിറ്റ് ലോസ് അനുഭവപ്പെടും അല്ലേ. നമുക്ക് ഭാരം കുറവായിട്ട് അനുഭവപ്പെടും, ഫീൽ ചെയ്യും. കാരണം ബോയൻ ഫോഴ്സ് കൂടുതലാണ്, അടിയിൽ നിന്ന് തള്ളിത്തരുന്ന ഫോഴ്സ് കൂടുതലാണ്. തള്ളിത്തരുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്കതിനെന്ത് സംഭവിക്കും? അതിന് വെയിറ്റ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അതായത് ഗ്ലിസറിന് സാന്ദ്രത കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന് ബോയൻ ഫോഴ്സും കൂടുതലാണ്. ബോയൻ ഫോഴ്സ് കൂടുമ്പോൾ നമുക്ക് ഭാരം കുറവ് അനുഭവപ്പെടും. അതേ ഇവിടെ സംഭവിച്ചുള്ളൂ. അതുപോലെ വാട്ടറിന് ഡെൻസിറ്റി കുറവാണ്. ബോയൻ ഫോഴ്സിന് എന്ത് സംഭവിക്കും? കുറയും. ബോയൻ ഫോഴ്സ് കുറയുമ്പോൾ തള്ളിത്തരുന്ന ഫോഴ്സ് കുറയും. അപ്പോൾ വാട്ടറിന് കുറച്ചും കൂടെ വെയിറ്റ് അനുഭവപ്പെടും. അപ്പോൾ നമുക്കവിടെ ഗ്ലിസറിനെ അപേക്ഷിച്ച് വാട്ടറിൽ നമുക്ക് വെയിറ്റ് കുറച്ചും കൂടെ അനുഭവപ്പെടും. അതാണ് ഇവിടെ ഉണ്ടായേക്കുന്നത്. പിടി കിട്ടിയല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ ഡിഫറൻറ്റ് വാല്യൂ ഇട്ടിരിക്കുന്നത്. ആ ഡിഫറൻറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ബോയൻ ഫോഴ്സിനനുസരിച്ച് നമുക്ക് ആ വെയിറ്റിലും ഡിഫറൻസ് വരും. ആ ഒരു ലിക്വിഡിലുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഡിഫറൻസ് വരും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം ഇത് കണ്ടു നോക്കുക. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദി ലോസ് ഓഫ് വെയിറ്റ് ഇൻ ഡിഫറൻറ്റ് ലിക്വിഡ്സ്. അപ്പോൾ ഈ ഡിഫറൻറ്റ് ലിക്വിഡ്സിൽ നമുക്ക് ഡിഫറൻറ്റ് വെയിറ്റ് ലോസ് ആണുള്ളത് അല്ലേ. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യത്തത് 0.44, രണ്ടാമത്തെ 0.31, മൂന്നാമത്തെ 0.62. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡെൻസിറ്റി വ്യത്യാസമായതുകൊണ്ടാണ് അല്ലേ. അങ്ങനെ ഡിഫറെൻ്റ് വെയിറ്റ് ലോസ് വന്നത്. ആ ടേബിളിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു ഡെൻസിറ്റിയുടെ ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇവിടെ നോക്കാം നമുക്ക്. ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസസ് ദ ഗ്രേറ്റസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ്. അപ്പോൾ ആ ഇരുമ്പ് കട്ടയ്ക്ക് ഏത് ലിക്വിഡിലാണ് ബോയിൻ്റ് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെട്ടത്? ഏതിലാണ്? ചാർട്ടിൽ നമുക്ക് അറിയാം, ഗ്ലിസറിനാണ്. ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസസ് ദി ലീസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ്. നിങ്ങൾ ആ ടേബിൾ നോക്കിക്കൊണ്ട് ടെക്സ്റ്റിൽ അപ്പോൾ ലീസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ് കുറവ് അനുഭവപ്പെടുന്നത് ഏതിനായിരിക്കും? കുറവ് അനുഭവപ്പെടുന്നത് കെരോസിനായിരിക്കും. എന്തുകൊണ്ടാണ്? കെരോസിന് ഡെൻസിറ്റി കുറവാണ് അല്ലേ. ഡെൻസിറ്റി കുറയുമെങ്കിൽ ബോയിൻ ഫോഴ്സ് കുറയും, ഡെൻസിറ്റി കൂടുമെങ്കിൽ ബോയിൻ ഫോഴ്സ് കൂടും. അപ്പോൾ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ഡെൻസിറ്റിയും ബോയിൻ ഫോഴ്സും. നെക്സ്റ്റ്, വിച്ച് ലിക്വിഡ് ഗിവൺ ഇൻ ദ ടേബിൾ ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി. ഏതാണ് ആ ടേബിളിൽ ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഗ്ലിസറിനാണെന്നറിയാം നമുക്ക്. വൈ ഡിഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസസ് ദി ഗ്രേറ്റസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ് ഇൻ ഗ്ലിസറിൻ. ഗ്ലിസറിൽ എന്തുകൊണ്ടാണ് ഇരുമ്പ് കട്ടയ്ക്ക് കൂടുതൽ ബോയിൻ്റ് ഫോഴ്സ് അനുഭവപ്പെട്ടത്? അതെന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്. നെക്സ്റ്റ്, ആസ് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ദ ബോയിൻ്റ് ഫോഴ്സ് ഫെൽറ്റ് ബൈ ആൻ ഒബ്ജക്റ്റ്. ബോയിൻ്റ് ഫോഴ്സ് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും അല്ലേ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പം ബോയിൻ ഫോഴ്സ് ഇൻക്രീസ് ആണെങ്കിൽ ആവണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കൂടിയിരിക്കണം അല്ലേ. അപ്പോൾ ഡെൻസിറ്റി കുറവാണെങ്കിൽ ബോയിൻ ഫോഴ്സ് കുറവായിരിക്കും. ബോയിൻ ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിന് വെയിറ്റ് കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. കാരണം ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുക എന്ന് വെച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഫോഴ്സോടുകൂടി മുകളിലോട്ട് തള്ളിക്കൊടുക്കും, അതായത് ലിക്വിഡ് മുകളിലോട്ട് തള്ളിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ അതിന് വെയിറ്റ് കുറവ് അനുഭവപ്പെടും നമുക്ക് അല്ലേ. അത് നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ 1-2-3 ആവർത്തി ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടും. ഇത് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ശരി, താങ്ക് യു സോ മച്ച്.